ഇതില് നാലിലും ആദ്യത്തെ വാക്കുകൾ സെയിം ആണ്. ഇത് നോക്കുമ്പോൾ ഫസ്റ്റ് വാക്കുകൾ നമ്മൾ നോക്കാറില്ല. ഈ രണ്ടാമത് വരുന്ന വാക്കുകൾ, ഈ കാ കേ കി, ഇതിന് ശേഷം വരുന്ന വാക്കുകൾ ആണോ ഏകവചനമാണോ ബഹുവചനമാണോ എന്ന് നോക്കിയിട്ടാണ് അതിന് തൊട്ട് മുമ്പായിട്ട് കാ വേണോ കേ വേണോ കീ വേണോ എന്ന് തീരുമാനിക്കുന്നത്. രാം കാ ബേട്ട എന്ന് പറഞ്ഞാൽ രാമന്റെ മകൻ. മകൻ എന്ന് പറയുമ്പോൾ ഒരാളെ ഉള്ളൂ, പുല്ലിംഗമാണ്, അതുകൊണ്ട് കാ വന്നു. രാം കേ ബേട്ടെ, ഒന്നിൽ കൂടുതൽ ഉണ്ട്, പുല്ലിംഗമാണ്. രാമന്റെ മക്കൾ, അത് ആൺമക്കളാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്, അതുകൊണ്ടാണ് ബേട്ടെ എന്ന് വന്നത്. അതുകൊണ്ടാണ് അവിടെ കെ ഉപയോഗിച്ചത്. അടുത്തത് രാം കി ബേട്ടി, രാമന്റെ മകൾ, മകളാണ്, ഒരാളെ ഉള്ളൂ, അതുകൊണ്ട് കീ ഉപയോഗിച്ചു. രാം കി ബേട്ടിയ, രാമന്റെ മക്കൾ, പെൺമക്കൾ, അതുകൊണ്ടാണ് ഇവിടെ കീ ഉപയോഗിച്ചത്. പുല്ലിംഗം ഏകവചനം വരുമ്പോ കായും പുല്ലിംഗം ബഹുവചനം വരുമ്പോ കെയും ഉപയോഗിക്കും. സ്ത്രീലിംഗത്തിൽ ഏകവചനം ആണെങ്കിലും ബഹുവചനം ആണെങ്കിലും കീ തന്നെയാണ് ഉപയോഗിക്കുന്നത്.